കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനല്ല മഞ്ജരി, നീയാണ്. ആ ഭാരത് മാഗസിൻകാരി ഇൻവൈറ്റ് ചെയ്ത സമയത്ത് എന്നെ മാറ്റി നിർത്തുവാനും ഫാമിലി ഫോട്ടോയിൽ ഇടം പിടിക്കാനും നീ കിണഞ്ഞ് പരിശ്രമിച്ചതല്ലേ? എന്നിട്ട് നീ വിചാരിച്ചതുപോലെ വല്ലതും നടന്നോ? എന്റെ വരവിനെ തടയാൻ പറ്റിയോ? ഒന്നുമില്ലല്ലോ. ചുഴലിക്കൊടുങ്കാറ്റുണ്ടാവുന്ന സമയത്ത് വലിയ വൃക്ഷങ്ങൾ പോലും കടപുഴകി വീഴും. പ്രകൃതിക്ഷോഭത്തിന് മുന്നിൽ ആർക്കും നിലനിൽപ്പില്ല. എന്ത്? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ ഉത്സവത്തിന് തറവാട്ട് വീട്ടിലേക്ക് വരുമെന്നാണ് പറയുന്നേ? നിനക്ക് മരുമകൾ എന്ന സ്ഥാനമുണ്ടെങ്കിലും മിഥുന്റെ ഭാര്യ എന്ന സ്ഥാനമുണ്ടെങ്കിലും നിന്റെ കാലുകളിൽ ചങ്ങലയും കണ്ണുകളെ കരിമ്പടവും തളച്ചിട്ടിരിക്കുക. നീ എത്ര ശ്രമിച്ചാലും വരാനാവില്ല. ഞാൻ വരുവോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ മഞ്ജരി. പക്ഷെ നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നടക്കും മേഘനെ, അത് നീ അറിയുകയും ചെയ്യും. ഞാൻ ആ ഉത്സവത്തിന് പോയിട്ട് അടപ്പായസവും കഴിച്ച് തിരിച്ചു പോരുമെന്നാണോ നീ വിചാരിച്ചേ? ഒരിക്കലും ഇല്ല. കിട്ടിയ അവസരം മുതലാക്കാതെ ഞാൻ മടങ്ങില്ല. മിഥുന്റെ മനസ്സ് പൂർണ്ണമായിട്ടും ഞാൻ ആക്രമിച്ചിരിക്കും മോളെ. ഞാൻ പറഞ്ഞത് തമാശയല്ലല്ലോ. എന്തിനെങ്ങനെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നേ? നീ പറഞ്ഞതൊക്കെ തമാശയായിരുന്നു മഞ്ജരി. എന്തുകൊണ്ടാന്നറിയോ? നീ എന്തപ്പ പറഞ്ഞേ? മിഥുനേട്ടന്റെ മനസ്സ് പൂർണ്ണമായും നീ ആക്രമിക്കുമല്ലേ? എന്നുവെച്ചാ മിഥുനേട്ടന്റെ മനസ്സിൽ നിനക്കിപ്പോഴും പൂർണ്ണ സ്ഥാനം ഇല്ല എന്നർത്ഥം. ഞാനിപ്പോ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഇപ്പൊ നീ എന്റെ മുന്നിൽ നിന്ന് ആർത്തട്ടഹസിച്ചതുപോലെ നാളെ ഒരു നാൾ മിഥുനെ ഞാൻ സ്വന്തമാക്കുമ്പോ അയ്യോ പോയെന്നും പറഞ്ഞ് നീ കരഞ്ഞ് നിലവിളിക്കും. വലിയ വിശ്വാസത്തോടെയല്ലേ മിഥുന്റെ മനസ്സിൽ ഞാൻ ഇല്ലെന്ന് നീ പറഞ്ഞത്? ആ വിശ്വാസം തകർത്തെറിഞ്ഞ് മിഥുനെ ഞാൻ എന്റേത് മാത്രമാക്കിയെടുക്കും. നിന്റെ പ്രതിജ്ഞയൊക്കെ കൊള്ളാം മഞ്ജരി. പക്ഷെ ബലം കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പ്രയത്നത്തിനിടയിൽ മിഥുനേട്ടൻ നിന്നെ പൂർണ്ണമായിട്ടും വെറുക്കാതിരുന്നാ കൊള്ളാം. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കാണാം. ഇല്ലാത്തതുണ്ടെന്നും ഉള്ളതില്ലാന്നും പറഞ്ഞു പരത്തി എന്തിനാ നീ ഇങ്ങനെ എല്ലാരെയും പറ്റിക്കാൻ നോക്കുന്നേ? നിന്റെ പരിധികൾ മനസ്സിലാക്കി പെരുമാറിയ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ നീ എന്നും ഇതുപോലെ ഒരു കുറ്റവാളിയായി ഇങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ടി വരും. ചേച്ചി, ചേച്ചി ഞങ്ങളെക്കാളും മുമ്പേ റെഡിയായോ? മുതിർന്നവരായ നമ്മളെല്ലാരും റെഡിയായി കഴിഞ്ഞു. ഈ കൊച്ചുകുട്ടികളെ കൊണ്ട് ഞാൻ സഹി കേട്ടിരിക്കുക. ഇന്നത്തെ ജനറേഷനിലെ കുട്ടികളല്ലേ, അവരൊക്കെ റെഡിയായി വരാൻ കുറച്ച് നേരം എടുക്കും. ഹലോ ആന്റി, ഇന്നത്തെ കാലത്ത് ഒരുങ്ങി ഇറങ്ങാൻ ഞങ്ങളുടെ ജനറേഷനല്ല ഇപ്പൊ സമയം വേണ്ടത്. ഞങ്ങളൊക്കെ ഇപ്പൊ ഫാസ്റ്റ് ഫോർവേഡ് ലൈഫിലാ. മറ്റു ചിലരെ പോലെ ഇപ്പോഴും പഴഞ്ചോറും ചമ്മന്തിയല്ല ഞങ്ങൾ ആരും.
നീ പറഞ്ഞത് ശരിയാണ് മഞ്ജരി. നാട് ഓടുമ്പോ നടുവേ ഓടണമെന്ന് കേട്ടിട്ടില്ലേ? പക്ഷെ ഇപ്പോഴും പഴഞ്ചോറായി കഴിയുന്നവർ പാതാളത്തിലേക്കുള്ളവരുടെ കുഴിയാ കുഴിക്കുന്നത്. പ്രിയമതേ, എല്ലാവരും സന്തോഷത്തോടെ നാട്ടിലേക്ക് ഒരു യാത്ര പോവുക. ഇപ്പോഴും എന്തിനാ ഈ കുത്തി നോക്കുന്ന വാക്കുകൾ പറയുന്നേ? അതിരിക്കട്ടെ, നമ്മുടെ വിവേകിനെ ഇതുവരെ കണ്ടില്ല. വലിയേട്ടാ, ഞാനിതാ എപ്പോഴേ റെഡി. ലഗേജ് എല്ലാം കാറിലെടുത്ത് വെക്കുകയും ചെയ്തു. പക്ഷേ ദേ ഈ സുന്ദരിക്കോതയെ ലേറ്റ് ആക്കിയേ. അതെന്താ സഞ്ജനെ, നിന്റെ ചെറുക്കം വരുന്നത് കൊണ്ടാണോ ഒരുങ്ങി ഇറങ്ങാൻ ഇത്രയും വൈകിയത്? അത് പിന്നെ അങ്ങനെയല്ലേ ഹർഷിണി, കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ ഇപ്പൊ തൊട്ട് സ്വന്തം ഗ്രിപ്പിലാക്കി വെക്കണ്ടേ? എന്നാ പിന്നെ ഇറങ്ങിയാലോ? വാ. വാ. മോളെ മേഘനെ, ഇങ്ങി വന്നേ. ഞങ്ങൾ പോയിട്ട് വരട്ടെ, നീ സൂക്ഷിക്കണം. പോയിട്ട് വാ അച്ഛാ. പോയി ഉത്സവമൊക്കെ ആഘോഷിച്ച് സന്തോഷായിട്ട് വാ. എപ്പോഴത്തെയും പോലെ ഈ വിജയദശമിയും പുതിയ പുതിയ വിജയങ്ങൾ നന്ദൻ ഫാമിലിക്ക് നൽകട്ടെ എന്ന് ഞാനും ഇവിടെ ഇരുന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ചോളാം. എങ്കിലായിക്കോട്ടെ മോളെ. ശരി, ഞങ്ങളെല്ലാവരും ഇറങ്ങുക. ക്ഷേമാന്വേഷണങ്ങൾ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇറങ്ങാൻ ചെയ്യട്ടാ. വലിയേട്ടാ, എന്തിന്റെ നിമിത്ത ഇത്? യാത്ര പുറപ്പെടുന്ന നേരത്തെ കരിങ്കാക്ക വന്ന് കൊത്തെന്ന് വെച്ചാ. ഈശ്വര, യാതൊരു അപകടവും കൂടാതെ എല്ലാവരെയും ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിക്കണേ. മിഥുനേട്ടനെ രക്ഷിക്കാൻ ഞാനും കൂടെയില്ല. നീ വേണം കാത്തോളാൻ. ആന്റി, ഈ കാര്യം കയറിക്കോ. മിഥുൻ ലേറ്റ് ആവുന്നു, പെട്ടെന്ന് വാ. കരിങ്കാക്ക തലയിൽ കൊത്തിയ വീട് മൊത്തം വൃത്തിയാക്കി പൂജ ചെയ്യണമെന്നാ അപ്പൂപ്പൻ പറഞ്ഞിട്ടുള്ളത്. നമസ്കാരം. നമസ്കാരം. വരൂ വരൂ. നമസ്കാരം. എന്തൊക്കെയുണ്ട് ഗോവിന്ദൻ നായരെ? എന്ത് പറയാനാ, ഈ പാടവും കൃഷിയും ഇതൊക്കെയാണല്ലോ ഞങ്ങളുടെ ജീവിതം. അകത്തേക്ക് വന്നോളൂ. വരൂ. വരൂ വരൂ.
നിങ്ങൾ വരുന്നോണ്ട് ഇന്നലെ 2-3 പേരെ നിർത്തി വീടൊക്കെ വൃത്തിയാക്കിയതേ. വലിയ ഉപകാരം പോകുന്നതാരെ. അയ്യോ, ഇതിനൊക്കെ എന്തിനാ നന്ദി പറയുന്നേ? പരസ്പരം സഹായിക്കാനല്ലേ നമ്മളൊക്കെ ഉള്ളത്. അമ്പലത്തിലെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? അതൊക്കെ പിള്ളേര് നോക്കുന്നുണ്ടെന്നേ. നാളെ കാലത്ത് ഇവിടുന്ന് വേണം താലമായി അമ്പലത്തിലേക്ക് പോകാനായിട്ട്. ആ താലം എത്തിയാലേ പൂജ തുടങ്ങാൻ പറ്റും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നത്തെയും പോലെ ആചാരങ്ങളെല്ലാം യാതൊരു വിഘ്നവും കൂടാതെ നടത്തിയേക്കണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഒരുക്കിയേക്കാം. എന്നാ പിന്നെ നാളെ കാലത്ത് കാണാം. വാവ്, ഈ റൂം നന്നായിട്ടുണ്ടല്ലേ? അല്ല, എന്ത് നന്നായിട്ട് നീ പറഞ്ഞു വരുന്നത്? ഇത് എന്റെ റൂമാ. ഹലോ ഹലോ, ഈ റൂം അപ്പൂപ്പൻ നിനക്ക് എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ. ഞങ്ങളെ 2 പെൺകുട്ടികളാ. ഈ റൂം ഞങ്ങൾക്കാണ് ഇത്. ആ, അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ അവിടെ ആദ്യം വന്നേ. സോ ഈ റൂം എന്റേതാ. അതൊന്നും ശരിയാവില്ല. ഈ റൂം ഞങ്ങൾക്ക് വേണം. പിന്നെ നിങ്ങൾ പറയാൻ ഞാൻ ഉടനെ ഇറങ്ങല്ലേ. ഞാൻ ഈ റൂം വിട്ടു തരില്ല. ഞങ്ങൾക്ക് വേണം ഈ റൂം. തന്നേ പറ്റൂ. ഇല്ല, ഞാൻ തരില്ല. ഞങ്ങൾക്ക് വേണം. ഞാൻ വിട്ടു ഞങ്ങൾ തരില്ല. ഇവിടെ ഇറങ്ങില്ല. ഞങ്ങൾ ഈ റൂമിൽ തന്നെ ഞാൻ വിട്ടു താമസിക്കും. തരില്ല. എന്ത് നട ബഹളം? ഇങ്ങോട്ട് വാ. നോക്കൂ, പിള്ളേരിനോട് പറഞ്ഞോ. വന്ന ഉടനെ കിടന്ന് ബഹളം വെക്കുന്ന എന്തിനാ? ഇത് കണ്ടോ വില്ലേട്ടാ, ഞങ്ങൾക്ക് ആ റൂം തരാൻ പറഞ്ഞിട്ട് വിവേകേട്ടൻ തരില്ലാന്നാ പറയുന്നത്. എടാടാ, 2 ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് അപ്പൊ നിനക്ക് എഴുതി തന്ന പോലെ ആണല്ലോ നീ കിടന്ന് വഴക്കുണ്ടാക്കുന്നേ. എവിടെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്ക്. കുട്ടികളല്ലേ, അപ്പൊ അതിന്റേതായ ബഹളമൊക്കെ ഉണ്ടാവുമല്ലോ. ഉം. എങ്കിലേ വീട്ടിലൊരു ആളനക്കൊക്കെ ഉണ്ടാവും. ഉത്സവത്തിന്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനൊക്കെ തന്നെയാണല്ലോ. എന്തൊക്കെയാണേലും നിങ്ങൾ വന്നോടെ എല്ലാവർക്കും ഒരു ആവേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ശ്രീകുമാർ പറയുന്നത് ശരിയാണോന്നറിയില്ല, പക്ഷെ ഈ മണ്ണി കാല് വെച്ചപ്പോ മനസ്സിനെന്തോ വല്ലാത്തൊരു കുളിർമ. അത് ശരിയാ, അതാണ് നാട്ടിൻപുറത്തിന്റെ ഗുണം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. എനിക്ക് പോയിട്ട് വരാം. എന്നാ ശരി. നടക്ക്. 2-1 തീരുമാനിച്ചിട്ട് തന്നെ കാര്യം. നടക്ക്. വന്ന ഉടനെ റൂമിന് വേണ്ടി വിളക്കണം. മേഘനയില്ലാത്തതാ ഒരു വിഷമം. അവളില്ലാത്തതിന്റെ കുറവ് നന്നായിട്ട് അറിയുന്നുണ്ട്. എന്താ ചെയ്യട്ടെ ആലോചിക്കുന്നേ? ഒന്നുമില്ല അരുണിമേ. എനിക്കറിയാം ചെയ്യട്ട നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്നുള്ളത്. പിന്നൊരു കാര്യം, എത്രയോ മൈലുകൾ കടന്നാണ് നമ്മൾ ഇന്ന് നമ്മുടെ തറവാട്ടിൽ എത്തിയിരിക്കുന്നത്. വരുന്ന സമയത്ത് മയിൽക്കുറ്റികൾ ഏറെ കടന്നു പോകുന്നത് നമ്മൾ കണ്ടു. അതൊന്നും എണ്ണിത്തിട്ടപ്പെടുത്തി വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോവാറില്ലല്ലോ. ചില ബന്ധങ്ങളും അതുപോലെ തന്നെയാ. അതൊരിക്കലും കണക്കി ചേർക്കരുത്. അവ കടന്നു പോകുമ്പോൾ ഒരു ക്ഷണം അങ്ങോട്ടൊന്ന് നോക്കുക മാത്രം. ആ മയിൽക്കുറ്റി പോലത്തെ ഒരു ബന്ധത്തെക്കുറിച്ചാണ് നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് വിഷമിക്കുന്നത്. അത് മനസ്സിൽ നിന്ന് പറിച്ചു കളയണം. നമ്മുടെ കുടുംബത്തിന്റെ തറവാട്ട് വീട്ടിൽ നടക്കുന്ന ഉത്സവത്തിൽ അവള് വരാൻ പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം. മേഘന പറഞ്ഞത് അനുസരിക്കുന്ന കൂട്ടത്തിലല്ലല്ലോ. അവൾക്ക് അവളുടേതായ രീതികളാ. എല്ലാം അറിഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് പോയാ വേണ്ടാത്ത പ്രശ്നങ്ങൾ എടുത്ത് തലേ വയ്ക്കുന്ന പോലെയാ. ഒരു കാരണവശാലും മേഘന അങ്ങോട്ടേക്ക് വരരുത്. എന്താ മഞ്ജരി, മാനത്തെ ചന്ദ്രനെ പോലെ നിന്റെ മുഖത്തും തെളിഞ്ഞ പ്രകാശമാണല്ലോ. ഈ നാട് അത്ര ഇഷ്ടപ്പെട്ടോ? അതല്ല ആന്റി, ഈ മൊമെന്റ് എനിക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാ ഈ മൊമെന്റിന് അത്ര വലിയ മഹിമ എന്താ? മിഥുന്റെ അരികിൽ ഇപ്പൊ മേഘനയില്ല, ഞാൻ മാത്രാണുള്ളത്.
ആരുമില്ലാതെ ഒരു പ്രേതത്തെ പോലെ ആ വീട്ടിൽ അവൾ ഉണ്ടാവും. ഇത്തരം മൊമെന്റ് എപ്പോഴും ഒന്നും കിട്ടില്ലല്ലോ ആന്റി. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. ഇത്രയും നാളും മേഘന എന്നൊരു വയ്യാവേലി നിന്റെ ജീവിതത്തിന് തടസ്സമായിരുന്നതിന്റെ സങ്കടമായിരുന്നല്ലോ. അപ്പൊ ഇവിടെ നിൽക്കുന്ന 2-3 ദിവസത്തേക്ക് ആ മേഘനയെ മറന്നുകൊണ്ട് അവളെ കുറിച്ച് ചിന്തിക്കാണ്ട് നീയും ഇതിനെ മടിച്ചു പൊളിക്ക്. എക്സാക്ട്ലി ആന്റി. ഈ അവസരം ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തില്ല. തിരിച്ചു പോകും മുമ്പ് മിഥുൻ എന്റേത് മാത്രമായിരിക്കും. അത് ഞാൻ ഉറപ്പ് പറയാം. തിരിച്ചു ചെല്ലുമ്പോ മേഘനയുടെ മുമ്പിൽ കോളറും പൊക്കി പിടിച്ചോണ്ട് മിഥുനെയും കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ നടക്കും. ഈ നാട്ടിൻപുറത്ത് വെച്ച് അതിനുള്ള അവസരം ഒരുങ്ങണേന്നാ ഞാനും ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. എന്തായാലും നല്ലതന്നെ പ്രതീക്ഷിക്കാം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ആ മേഘന ഒറ്റയ്ക്കിരുന്ന് പദം പെറുക്കി കരയുന്നുണ്ടാവും. ശരിയാ, മേഘന അവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണോ എന്തോ. ഒന്ന് ഫോൺ വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇനി വിളിച്ചു കഴിഞ്ഞാൽ അവളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് അങ്ങനെ വിചാരിച്ചാലോ? അല്ലെങ്കിൽ തന്നെ അവളെ ഞാൻ റൊമാൻസ് ചെയ്യാനൊന്നും അല്ലല്ലോ വിളിക്കുന്നേ. ഒറ്റയ്ക്കിരിക്കുമ്പോൾ വിളിച്ചൊന്ന് സുഖവിവരം അന്വേഷിക്കുന്നത് ഒരു മനുഷ്യത്വമല്ലേ? മിഥുനേട്ടൻ എന്തിനായിരിക്കും എന്നെ വിളിക്കുന്നേ? ഹലോ. ഹായ് മേഘനെ. പറയും മിഥുനേട്ടാ. നീ വീട്ടിൽ തന്നെ ഉണ്ടോ അതോ നിന്റെ ചെറിയമ്മയുടെ വീട്ടിലേക്ക് എങ്ങാനും പോയോ? നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അല്ല, അവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോ ആ ജനലും വാതിലും ഒക്കെ അടയ്ക്കാൻ മറക്കരുതേ. അതെല്ലാം ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. മെയിൻ ഡോർ മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. മേഘനെ, നീ എന്ത് പണിയെ കാണിക്കുന്നേ? ആദ്യം അടയ്ക്കേണ്ടത് ആ വാതിലല്ലേ. ആരെ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ചെന്ന് ആ ഡോറും കൂടി ഒന്ന് വേഗം ക്ലോസ് ചെയ്തേ. ആയിക്കോട്ടെ മിഥുനേട്ടാ. അതിരിക്കട്ടെ, നീ എന്തെങ്കിലും കഴിച്ചോ? ഇതുവരെ കഴിച്ചില്ല മിഥുനേട്ടാ. അപ്പൊ ഈ സമയം വരെ നീ എന്ത് ചെയ്യായിരുന്നു? ചെന്ന് വല്ലതും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. ശരി, അങ്ങനെ ആയിക്കോട്ടെ. എന്നാ ശരി, ഞാൻ വെക്കുകയാണേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മഹാദേവ, മനസ്സിൽ എന്തൊക്കെയോ വല്ലായ്മകള്. അവിടെ മിഥുനേട്ടന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളോ അപകടങ്ങളോ ഒന്നും വരുത്താതെ നോക്കിക്കോണേ. ഹലോ. ഹലോ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ തന്നെ. അതിരിക്കട്ടെ, ഉത്സവത്തിന്റെ കാര്യങ്ങൾ എവിടെ വരെയായി? വലിയ പണക്കാരുടെ വീടാവുമ്പോ വലിയ ലെവലിലായിരിക്കല്ലോ ആഘോഷിക്കുക. ശരിയാ, വലിയ നിലയിൽ തന്നെ ആഘോഷം. പക്ഷെ ഇവിടെയല്ല, അവരുടെ തറവാട്ട് വീട്ടിൽ വെച്ചിട്ടാണ് ആഘോഷം. എന്നുവെച്ചാ ഇപ്പൊ വീട്ടിൽ ആരുമില്ലെന്നാ? ഇല്ല ചാരു, എല്ലാ ആയുധ പൂജയ്ക്കും തറവാട്ട് വീട്ടിലെ അമ്പലത്തിലാണത്രേ ഉത്സവം. അപ്പോ ചേച്ചിയോ? എന്നെ അവർ കണക്കിപ്പെടുത്തിട്ടില്ലല്ലോ. തനിച്ചാക്കിയിട്ട് പോയി ചാരു. അവരുടെയൊക്കെ മനസ്സിനകത്ത് മുഴുവൻ വിഷമോ?
എന്ത് പൂജ ചെയ്തിട്ട് എന്ത് കാര്യം? പക്ഷെ ചേച്ചി എടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് തോന്നുന്നത് ഇപ്പോഴാ. സാരമില്ല ചാരു, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇനി എന്താ കാര്യം? എന്നാ പിന്നെ എന്തിനാ ചേച്ചി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നെ? നമ്മുടെ വീട്ടിലേക്ക് പോര്. അത് വേണ്ട ചാരു, ഇവിടെ വീട്ടിലാരും ഇല്ലല്ലോ. ഇത്രയും വലിയ വീട്ടിൽ ആരും ഇല്ലാതിരിക്കുന്നതും കുഴപ്പമില്ലേ? അങ്ങനെയാണെങ്കി ചേച്ചിക്ക് കൂട്ടായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നോട്ടെ. കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് വന്നതാ. ഇതൊക്കെ വീട്ടിൽ കൊടുത്തിട്ട് ഞാൻ നേരെ ചേച്ചിയുടെ അടുത്തേക്ക് വരിക. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. വലിയടാ, അച്ഛമ്മ പെട്ടെന്ന് തന്നെ താഴേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. വരുന്നു. പെട്ടെന്ന് പോട്ടാ. നിനക്ക് ഒന്നും പറ്റിയില്ലല്ലോ മോനെ? ഒന്നുമില്ല മോം. മഞ്ജരി, നിന്റെ ഈ കണ്ണടച്ചു പിടിച്ചോണ്ടാണ് നീ നടക്കുന്നത്. കാല് നിലത്തുറപ്പിച്ച് മര്യാദക്ക് നടക്കാൻ നോക്കിക്കൊള്ളു നീ. സോറി ആന്റി, ശ്രദ്ധിക്കാതെ മിഥുനെ ഡാഷ് ചെയ്തു പോയി. വല്ലതും പറ്റിയിരുന്നെങ്കിലോ? ആ വിളക്കെങ്ങാനും കുത്തിക്കയറിയിരുന്നെങ്കിൽ എത്ര വലിയ അപകടമായിരുന്നേനെ. സോറി അങ്കിൾ, ഇനി ഞാൻ എപ്പോഴും ശ്രദ്ധിച്ച് നടന്നോളാം. ജയദേവേട്ടാ, ഇതിപ്പോ മഞ്ജരി അറിയാതെ പറ്റിപ്പോയതല്ലേ. മിഥുനെ കൊല്ലാൻ മനഃപൂർവ്വം തള്ളിയിട്ടതല്ലോ. അറിയാതെ പറ്റിപ്പോയൊരു തെറ്റിന് ഇത്രയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ ഏട്ടാ? ഇവിടെ മനഃപൂർവ്വം ആരും ഒന്നും ചെയ്യാറില്ല മോം. പക്ഷെ എല്ലാരും ഒന്നും കൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാ. എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. മഞ്ജരി അത് മനസ്സിലാക്കി നിന്നാ അവൾക്ക് കൊള്ളാം. മതി, നിർത്തടാ. മഞ്ജരി മനഃപൂർവ്വം അവനെ കൊല്ലാൻ വേണ്ടി ചെയ്താണെന്ന് തോന്നുമല്ലോ നീ പറയുന്ന കേട്ടാ. ഇതിപ്പോ അറിയാതെ പറ്റിപ്പോയതാ. ശരി ശരി വിട്, ഇനി ഈ കാര്യത്തെ പിടിച്ച് തൂങ്ങാതിരിക്കുക. മഞ്ജരി, ഇനിയെങ്കിലും നിന്റെ ചാട്ടം തുള്ളലൊന്ന് കുറയ്ക്ക. മേഘന പറഞ്ഞത് ശരിയാ. അവളിപ്പം മിഥുന്റെ കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ എങ്ങനൊരു അപകടം. ഇപ്പൊ വലുതായിട്ടൊന്നും പറ്റിയില്ലെങ്കിലും മറ്റേതെങ്കിലും ഒരു അപകടം അവനുണ്ടായേക്കാം. പക്ഷെ അതിപ്പോ ആരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാ? ഇപ്പൊ എന്താ ചെയ്യാ? അത് പിന്നെ പൂജക്കെല്ലാം റെഡിയാണല്ലോ അല്ലേ? അതൊക്കെ ഇവിടെ എപ്പോഴേ റെഡിയാണ്. പരമ്പരാഗതമായി നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്ന വജ്രഖഡ്ഗത്തിന്റെ പൂജയാ പ്രധാനം. അതൊക്കെ എടുത്തു വെച്ചോ? അത് ശരി, അതൊക്കെ എങ്ങനെ മറക്കാനാ? വിജയദശമിയുടെ അന്ന് വജ്രഖഡ്ഗത്തിന്റെ പൂജ കഴിഞ്ഞ ശേഷമല്ലേ ബാക്കിയുള്ള പൂജാ കർമ്മങ്ങൾ തുടങ്ങുക. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. വജ്രഖഡ്ഗോ? അതെന്താ ആന്റി? മിഥുൻ,
മഞ്ജരി, ഇതാണ് ആ വജ്രഘടകം. വാവ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ മിഥുൻ. നീ ഇത് കണ്ടിട്ടില്ലല്ലോ. ഇത് നമ്മുടെ കുടുംബത്തിൽ പരമ്പരാഗതമായി സൂക്ഷിക്കുന്നതാ. ഇതെപ്പോഴും ദൂരെ നിന്ന് കണ്ടിട്ടുള്ളതല്ലാണ്ട് ഇതുവരെ ഒന്ന് തൊടാൻ പോലും പറ്റിയിട്ടില്ല. പ്രിയമതേ,